എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ക്ലാസ് കാണുക. അതിനുശേഷം തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം നമുക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്താണെന്ന് നോക്കാം. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഈസ് എ ടെക്നിക് that separates the chemical compounds of a sample on the basis of properties of stationary and mobile phase. Stationary phase ന്റെ mobile phase ന്റെ പ്രോപ്പർട്ടിയിൽ വരുന്ന വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം ഇതിലെ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സർഫസിന് മുകളിൽ ഒരു ലിക്വിഡോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ മൊബൈൽ ഫേസ് എന്താണ്? മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനറി ഫേസിന് മുകളിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു സോളിഡോ അല്ലെങ്കിൽ ഒരു ലിക്വിഡോ ആകാം നമ്മുടെ മൊബൈൽ ഫേസ്. ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ബേസ് ചെയ്തിരിക്കുന്നത് അഡ്സോർഷനെ ബേസ് ചെയ്തിട്ടാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ അഡ്സോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിക്സ്ചർ ഓഫ് കമ്പോണൻസ് തരുമ്പോൾ ആ മിക്സ്ചറിലെ ഓരോ വസ്തുക്കളും ഒരു സർഫസ് വേറെ ഒരു സർഫസുമായിട്ട് അതിനെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഓരോ കമ്പോണൻറ്റും വേറെ ഒരു സർഫസിൽ അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓരോ വസ്തുക്കളെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനാണ് അഡ്സോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അഡ്സോർഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. ഓക്കെ, ഇറ്റ്സ് എ ഫോം ഓഫ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. ഇറ്റ്സ് എ മോഡിഫൈഡ് ടൈപ്പ് ഓഫ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. ഒരു മോഡിഫൈഡ് ടൈപ്പ് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയാണ്. ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് സോളിഡും അതുപോലെ തന്നെ മൊബൈൽ ഫേസ് ലിക്വിഡുമാണ്. എന്നാൽ കൂടുതൽ റെഫറൻസിൽ ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ എന്നാൽ ചില റെഫറൻസുകളിൽ ഇതൊരു സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കുമ്പോൾ സ്റ്റേഷനറി ഫേസ് സോളിഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നല്ല റെഫറൻസ് ടെക്സ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിലെ സ്റ്റേഷനറി ഫേസ് മൊബൈൽ ഫേസും എന്താണെന്ന് നോക്കാം. ഞാൻ അതിന് മുൻപായിട്ട് ഇതൊരു പിക്ചർ കാണിക്കാം. ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഓക്കെ, ഈ ഗ്ലാസിന് മുകളിലായിട്ട് നമ്മളൊരു തിൻ ലെയർ ആയിട്ടുള്ള സിലിക്ക ജെല്ല് ഇതിന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇത് മൊത്തമായിട്ട് കവർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ്. ഓക്കെ, അപ്പം ഈ കോട്ട് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിൽ നമ്മൾ കോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ സിലിക്ക ജെല്ലോ അല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്സ് ആയിരിക്കും നോർമലി നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഈ കോട്ട് ചെയ്യുന്നതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.15 mm തൊട്ട് 2 mm വരെയാണ്. ഈ 2 mm എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ സംഭവം അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്യും. സെല്ലോസ് അല്ലെങ്കിൽ സിലിക്ക ജെൽ അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ സെല്ലോസ്. നമ്മൾ നോർമലി സിലിക്ക ജെല്ലും അലൂമിനിയമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗ്ലാസ് പ്ലേറ്റിലേക്ക് ക്ലോട്ട് ചെയ്യുന്നു. അപ്പം ഇതിനെ നമ്മൾ TLC പ്ലേറ്റ് അല്ലെങ്കിൽ ക്രൊമാറ്റോ പ്ലേറ്റ് എന്ന് പറയും. Commonly silica gel or aluminum oxide is used as a solid adsorbent to prepare TLC plate. അപ്പം ഇത് ഈ കോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു സോളിഡ് അഡ്സോർബൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ആയിട്ടാണ് ഈ സ്റ്റേഷനറി ഫേസ് ആക്ട് ചെയ്യുന്നത്. The function of the stationary phase in TLC is to provide a medium for separation based on the polarity. Okay, the mobile phase is a developing liquid which flows through the stationary phase carrying the sample with it. അപ്പം മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് ലിക്വിഡാണ്, സോൾവെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണഗതി ഉപയോഗിക്കുന്നത് ഈഥൈൽ അസറ്റേറ്റും ഹെക്സൈനുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണെന്നുള്ളത്. ഈഥൈൽ അസറ്റേറ്റും ഹെക്സൈനും. ഇതിന്റെ പ്രിൻസിപ്പിൾ ഞാൻ ഇതിന്റെ പ്രൊസീജിയർ പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തു. ഓക്കെ, ഈ ഗ്ലാസ് പ്ലേറ്റിലേക്ക് നമ്മൾ സിലിക്ക ജെല്ല് ഒഴിക്കുന്നു. സിലിക്ക ജെൽ ഒഴിച്ചതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യുന്നു. എന്നിട്ട് ഒരു 250 ഡിഗ്രി സെൽഷ്യസ് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നു.
അതിനുശേഷം ഇതിൻ്റെ ഒരു 1.5 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ട് താഴ്ഭാഗത്തുനിന്ന് 1.5 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് നമ്മൾ അവിടെ ഒരു ബേസ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഈ ബേസ് ലൈനിൽ നമ്മുടെ സാമ്പിൾ ഒരു ചെറിയ സ്പോട്ടായിട്ട് സാമ്പിൾ ഇവിടെ വെക്കുന്നു. നമ്മുടെ സാമ്പിൾ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ മൈക്രോ പിപ്പറ്റോ അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിൾ നമ്മളിവിടെ ഒരു ബേസ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നു. അതിനുശേഷം ഈ ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ വേറെ ഒരു ജാറിലേക്ക് വെക്കുന്നു. ഓക്കെ, ഈ ജാറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾവെന്റ് കാണും. ഓക്കെ, ഇനിയും നമ്മുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാം. ഇപ്പം നമ്മുടെ സ്റ്റേഷനറി ഫേസിൽ നമ്മൾ സിലിക്ക ജെല്ല് ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ സ്റ്റേഷനറി ഫേസിൽ ഉപയോഗിക്കുന്ന സിലിക്ക ജെല്ല് പോളാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാറിലുള്ള ഈ സോൾവെന്റ് ആണെങ്കിൽ നോൺ പോളാർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാമ്പിളിലുള്ള പോളാർ കോമ്പോണൻസിനെ സ്റ്റേഷനറി ഫേസിലുള്ള പോളാർ കോമ്പോണൻസുമായിട്ട് അഫിനിറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പിളിലെ പോളാർ കോമ്പോണൻസ് അധികം മുകളിലേക്ക് പോകത്തില്ല. എന്നാൽ സാമ്പിളിലെ നോൺ പോളാർ കോമ്പൗണ്ട്സ് മുകളിലേക്ക് കയറിപ്പോകും. കാരണം അവയ്ക്ക് സ്റ്റേഷനറി ഫേസുമായിട്ട് അഫിനിറ്റി കുറവായതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്ലേറ്റ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത പ്ലേറ്റ് ഈ സോൾവെന്റിലേക്ക് നമ്മൾ മുക്കി വെക്കുമ്പോൾ എന്താണ്, ഇതിൻ്റെ അകത്തുള്ള സോൾവെന്റ് മുകളിലേക്ക് കയറിപ്പോകും. അപ്പം ഈ സോൾവെന്റ് മുകളിലേക്ക് കയറിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ ഈ വെച്ചിരിക്കുന്ന സാമ്പിളിലുള്ള കമ്പോണൻസ് മുകളിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഈ സാമ്പിളിലുള്ള കമ്പോണൻസ് അതിലും പോളാർ കോമ്പൗണ്ട്സും നോൺ പോളാർ കോമ്പൗണ്ട്സും ഒക്കെ കാണും. ഇതിലുള്ള പോളാർ കോമ്പോണൻസ് അധികമായിട്ട് മുകളിലേക്ക് പോകത്തില്ല. അപ്പം നമ്മൾ ഈ പിക്ചറിൽ നോക്കൂ, ഇതിൻ്റെ അകത്തില് കോമ്പൗണ്ട് സി താഴെയും ഇപ്പൊ കോമ്പൗണ്ട് എ മുകളിലുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ കോമ്പൗണ്ട് സി എന്താണ്, അതൊരു നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് കൂടുതൽ അഫിനിറ്റി ഉള്ളതാണ്. അതായത് ഇതും ഒരു പോളാർ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതധികം മുകളിലേക്ക് പോയില്ല. എന്നാൽ ഈ സ്റ്റേഷനറി ഫേസുമായിട്ട് വലിയ അട്രാക്ഷൻ ഇല്ലാത്ത കമ്പോണൻസ് അത് നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഒരു സാമ്പിളിലുള്ള അതിൻ്റെ കമ്പോണൻസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഞാൻ ഈ പ്രിൻസിപ്പിൾ പറഞ്ഞത്. Components with more affinity towards stationary phase travel slower. Components with less affinity towards stationary phase travels faster. സ്റ്റേഷനറി ഫേസുമായിട്ട് കൂടുതൽ അഫിനിറ്റി ഉള്ളത് താഴെ തന്നെ കാണും. എന്നാൽ അതിനുമായിട്ട് വലിയ അഫിനിറ്റി ഇല്ലാത്തത് മുകളിലേക്ക് പോകും. ഇനിയും ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം നോർമലി നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതിനെ ഇനി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ UV ലൈറ്റിൽ വെച്ച് നമ്മൾ നോക്കും. ഓക്കെ, UV ലൈറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ചില കെമിക്കൽ റിയേജൻസ് അതിൻ്റെ അകത്തിലേക്ക് ആഡ് ചെയ്യും. അപ്പോഴേ ഈ കമ്പോണൻസ് ഒക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഇതിൽ ലിപ്പിഡ്സ് വ്യൂ ചെയ്യാനായിട്ട് ഹൈഡ്രജൻ വേപ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിനോ ആസിഡ് വ്യൂ ചെയ്യാനായിട്ട് നിൻഹൈഡ്രൻ റിയേജന്റ് ആഡ് ചെയ്യും. നിൻഹൈഡ്രൻ റിയേജന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസ് എ പർപ്പിൾ ഓർ വയലറ്റ് കളർ വിത്ത് മോസ്റ്റ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഉപയോഗിക്കുന്ന റിയേജന്റുകളാണ് ക്ലോറാനിൽ ഒരു ന്യൂ റിയേജന്റ് ആണ്. അത് അമിനോ ആസിഡ്സിന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല സെൻസിറ്റിവിറ്റി ഉള്ള ഒരു പുതിയ റിയേജന്റ് ആണ്. പിന്നെ ഉപയോഗിക്കുന്ന റിയേജന്റുകളുണ്ട് വാൻഡിലിൻ, അതുപോലെ സൾഫ്യൂരിക് ആസിഡ്. ഇവയെല്ലാം നമുക്ക് ഈ സംഭവങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ വസ്തുക്കളെയൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇങ്ങനെ ഈ പ്ലേറ്റിൽ നമ്മളിത് ഇപ്പോൾ UV ലൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഈ വസ്തുക്കളെയൊക്കെ കണ്ടു. എന്നിട്ട് ഈ ഓരോന്നും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റിട്ടൻഷൻ ഫാക്ടറിന്റെ ആ ഇക്വേഷൻ വെച്ച് നോക്കും. ഇപ്പം നമ്മുടെ സോൾവെന്റ്, ഇപ്പം ഈ സോൾവെന്റ് നമ്മൾ ഇത് മുകളിലേക്ക് ഇത്രയും വരെ കയറിപ്പോയിന്ന് വിചാരിക്കുക, 10 സെന്റിമീറ്റർ വരെ കയറിപ്പോയിന്ന് വിചാരിക്കുക. നമ്മുടെ ഈ സൊല്യൂട്ട് ഇപ്പം ഈ കാണുന്ന സൊല്യൂട്ട് ഒരു 2 സെന്റിമീറ്റർ ആണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ റിട്ടൻഷൻ ഫാക്ടർ കാണുന്നത്? Distance traveled by the solute divided by distance traveled by the solvent. The compounds are identified by calculating their resolution retention factor ആണ്. ഓക്കെ, അങ്ങനെ അതിന്റെ ബേസിൽ നമുക്ക് ഓരോ റിട്ടൻഷൻ ഫാക്ടറെ നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇനിയും ഇത് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്?
This chromatography is used to check the purity of organic compounds and to detect the presence of pesticides residues. In food and beverage industry, it is employed to analyze food products for additives, contaminants and quality control. ഫുഡ് അഡിറ്റീവ്സിനെ കണ്ടാമിനൻസിനെ ക്വാളിറ്റി കൺട്രോളിനെ ഒക്കെ ബേസിലൊക്കെയാണ് നമ്മൾ ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പം ഇതിൻ്റെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ഇതൊരു അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്, ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്, മോഡിഫൈഡ് ടൈപ്പ് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയാണ്. ഇതിൽ സ്റ്റേഷനറി ഫേസിൽ നമ്മൾ സാധാരണഗതിയിൽ സിലിക്ക ജെല്ല് അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തിക്നെസ് 0.15 mm to 2 mm. ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും 2 mm ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, മൊബൈൽ ഫേസിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത് ഈഥൈൽ അസറ്റേറ്റും ഹെക്സൈനും ആണ് നോർമലി ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് വിഷ്വലൈസ് ചെയ്യാൻ എന്താണ് നമ്മൾ UV ലൈറ്റിൽ അല്ലെങ്കിൽ അയഡിൻ വേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നീൻ ഹൈഡ്രജൻ ബ്രിഗേഡിന്റെ ക്ലോറാനിൽ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ റെസൊല്യൂഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കണം. ഇത്രയാണ് നമുക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. First question, all of the following are used as spraying reagent in TLC except calcium sulfate, iodine, sulfuric acid, neem hydride, calcium sulfate. Answer calcium sulfate ആണ്. Second question, the size of a thin layer of adsorbent is about 0.1 mm, 0.2 mm, 0.3 mm, 0.4 mm. ഇതിന്റെ ആൻസർ 0.2 mm ആണ്. Third question, which type of substance can be analyzed using TLC? Only polar compounds, only non-polar compounds, both polar and non-polar compounds, only gases. ഇതിന്റെ ആൻസർ both polar and non-polar compounds. Fourth question, what happened if the solvent front is not allowed to reach the top of the TLC plate? The results are more accurate, the separation is incomplete, the RF factor are higher, the compounds cannot be visualized. Answer, separation is incomplete. നമ്മുടെ സോൾവെന്റ് ഒത്തിരി മുകളിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. In TLC, what's the purpose of using a developing chamber? To heat the plate, to provide a controlled environment for solvent evaporation, to keep the plate horizontal, to ensure proper solvent saturation. Answer, to ensure proper solvent saturation. Sixth question, what is the one limitation of TLC? It is time consuming. It provides qualitative but not quantitative data. It cannot analyze polar compounds. It requires larger amount of solvent. Answer, it provides qualitative but not a quantitative data. Which is a key component of the TLC process? A solid stationary phase and a liquid mobile phase, a liquid stationary phase and a gas mobile phase, a gas stationary phase and a liquid mobile phase, a gel stationary phase and a solid mobile phase. Answer, a solid stationary phase and a liquid mobile phase. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു ബേസ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ടോപ്പിക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.